4 ഏക്കറോളം വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന പ്രശസ്തമായ അന്തിക്കാട് കുളം കടുത്ത വേനലിൽ വറ്റുമെന്ന ആശങ്ക. കോൾച്ചാലിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള പൈപ്പുകൾ കാലപ്പഴക്കത്താൽ പൊട്ടാൻ തുടങ്ങിയതാണ് പ്രതിസന്ധിയായത്. 6 വർഷം മുൻപ് അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യം പരിഗണിച്ച് മന്ത്രിയായിരുന്ന വി.എസ്. സുനിൽകുമാറിന്റെ ഇടപെടലിൽ സംസ്ഥാന സർക്കാർ 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ച ജില്ലയിലെ ഈ മാതൃകാക്കുളം ദൃശ്യഭംഗി കൊണ്ട് ഏറെ ആളുകളെ ആകർഷിച്ചിരുന്നു. 2020-ൽ നവീകരണം പൂർത്തിയായതിനു ശേഷം കുളം വറ്റിയിരുന്നില്ല. ഇറിഗേഷൻ കനാലിൽ നിന്നും വെള്ളമെത്തിച്ചാണ് കുളത്തിലെ വെള്ളത്തിന്റെ അളവ് നിലനിർത്തിയിരുന്നത്. അന്തിക്കാട് കോൾച്ചാലിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയിരുന്ന പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടാൻ തുടങ്ങിയതോടെയാണ് വേനലിൽ കുളത്തിലെ ജലവിധാനം താഴുകയും ഒഴുക്ക് നിലച്ച വെള്ളത്തിൽ പായലും മറ്റും വ്യാപിക്കുകയും ചെയ്തത്. കാലപ്പഴക്കം മൂലം തകരാറിലായ ജലസേചന മാർഗങ്ങൾ നവീകരിക്കുക മാത്രമാണ് പരിഹാരമാർഗമെന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം A.V. ശ്രീവത്സൻ പറഞ്ഞു. ഈ കടുത്ത വേനൽ വന്നതിൻ്റെ ഭാഗമായിട്ട് കുളത്തിൽ വെള്ളം നല്ലോണം കുറഞ്ഞിരിക്കുകയാണ്. ഇറിഗേഷൻ പദ്ധതിയിൽ കാലപ്പഴക്കം വളരെ മുന്നേ തൊട്ടുള്ള പദ്ധതിയാണത്. അതിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുളത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ പൈപ്പ് ഇട്ടിട്ടാണ് കോളിൽ നിന്ന് വെള്ളം പൈപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ പൈപ്പിൻ്റെ കാലാവധി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും പൊട്ടൽ വരിക. അപ്പോൾ പൊട്ടൽ വരുമ്പോൾ വെള്ളം അടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് കുളത്തിലേക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കയറ്റുമ്പോൾ അവിടെ പൊട്ടി പല സ്ഥലത്തും മന്ത്രി രാജൻ്റെ വീടിൻ്റെ അടുത്ത് അടക്കമുള്ള പ്രദേശത്ത് ഇത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ ഇറിഗേഷൻ പദ്ധതിയിൽ അത് നവീകരിക്കണം. കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുകയും പൈപ്പിന് പുതിയ വാൽവ് ഘടിപ്പിക്കുകയും ചെയ്താലേ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ ചാലുകളിൽ നിന്നുള്ള വെള്ളം ചോർച്ചയില്ലാതെ ഈ കുളത്തിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. അങ്ങനെ കുളത്തിൽ ആവശ്യമായ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ അഴുക്ക് അടിഞ്ഞുകൂടുന്ന സാഹചര്യവും ഇല്ലാതാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ.